എൻ്റെ ഭർത്താവ് ദീനി മാർഗത്തിൽ പ്രവർത്തനം നടത്തുന്ന ആളാണ്. അതിനാൽ തന്നെ നിരവധി പഠന ക്ലാസ്സുകളും മറ്റും എടുക്കാറുണ്ട്. അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകളും ഖിറാഅത്തൊക്കെ ആകർഷണീയമായതിനാൽ തന്നെ അദ്ദേഹത്തിന് ആളുകൾക്ക് വലിയ കാര്യമാണ്. ഇതിനാൽ തന്നെ അദ്ദേഹത്തിന് നിരവധി കൂട്ടുകാരാണുള്ളത്. ഇതിൽ പുരുഷന്മാരെ പോലെ തന്നെ സ്ത്രീകളും കൂട്ടുകാരായി ഉണ്ട്. എല്ലാവരും അവരുടെ ഫാമിലികളുമായി നല്ല ബന്ധം പുലർത്തി വരാറുണ്ട്. ഇദ്ദേഹത്തിനോട് അടുപ്പം കാരണം ആളുകൾ അവരുടെ വിഷമങ്ങൾ പങ്കുവെക്കുകയും അവർക്ക് ആശ്വാസം പകരുകയും ചെയ്യാറുണ്ട്. ഞാനുമായി എല്ലാ കാര്യങ്ങളും അദ്ദേഹം ഷെയർ ചെയ്യാറുണ്ട്. ഇദ്ദേഹത്തെ കോൺടാക്റ്റ് ചെയ്യുന്നവർ ഭൂരിഭാഗവും വിവാഹിതരും അദ്ദേഹത്തെക്കാൾ പ്രായത്തിന് മൂത്തവരുമാണ്. സ്ത്രീകൾ ഫോണിൽ കോൺടാക്റ്റ് ചെയ്യാറുണ്ട്. മണിക്കൂറുകളോളം അവരുമായിട്ട് വിഷയങ്ങൾ സംസാരിക്കാറുണ്ട്. എന്നാൽ ഇതൊന്നും എന്നെ സംബന്ധിച്ച് പ്രശ്നമുണ്ടാക്കിയിരുന്നില്ല. കാരണം എന്നോട് എല്ലാം പറയാറുണ്ടായിരുന്നു. എന്നാൽ ചിലത് എനിക്ക് വല്ലാതെ അസ്വസ്ഥത ഉണ്ടാക്കി. അതിന് കാരണം അദ്ദേഹം ഇങ്ങനെ രാത്രിയിൽ ഒരാൾക്ക് ഫോൺ ചെയ്യുന്നത് കാണാനിടയായി. സ്ത്രീയാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാനുള്ള സ്ഥലത്ത് നിന്ന് ഒഴിഞ്ഞ് ഒരിടത്തേക്ക് അദ്ദേഹം മാറി നിൽക്കുകയും വളരെ പതിഞ്ഞ സംസാരത്തിൽ സംസാരിക്കുന്നത് കണ്ടു. സംസാരത്തിൽ നിന്ന് ചിലതെന്തൊക്കെയോ കേൾക്കാനിടയായി. എനിക്കൊരു അന്യ സ്ത്രീയോട് സംസാരിക്കുന്ന രീതിയായി തോന്നിയില്ല. എന്നോട് ഇങ്ങോട്ടൊന്നും പറയാതിരുന്നപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് ആരാണ് വിളിച്ചത് എന്ന് ചോദിച്ചു. ഒന്നും സമയമെടുത്ത് ആളെ പറഞ്ഞു. എന്തോ അവരുടെ പ്രശ്നം സംസാരിച്ചതായിരുന്നു എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഫോൺ നോക്കിയപ്പോൾ അങ്ങനെ ഒരു വ്യക്തിയെ വിളിച്ചത് അതിൽ കാണാനേ ഇല്ല, ഡിലീറ്റ് ചെയ്തിരുന്നു. പിന്നെ ഒരു ദിവസം ഞാൻ കാര്യമായി തന്നെ അദ്ദേഹത്തോട് ഈ വിഷയം സംസാരിച്ചു. എനിക്ക് അദ്ദേഹത്തിൻ്റെ മറുപടികളൊന്നും ഒട്ടും തൃപ്തിയായി തോന്നിയില്ല. ഒരു കാര്യം അവർ രഹസ്യമാക്കാൻ പറഞ്ഞതുകൊണ്ട് ആ സ്ത്രീയുടെ അനുമതി വാങ്ങിയിട്ടാണ് എന്നോട് പറഞ്ഞത്. എനിക്ക് വളരെ വിഷമം തോന്നി. ഭാര്യ എന്ന നിലയിൽ എന്ത് സ്ഥാനമാണ് എനിക്കുള്ളത് എന്ന്. കൗൺസിലിംഗ് രീതിയിലുള്ള സംസാരമാണ് ഇതെന്നാണ് പറഞ്ഞത്. ഇതിൽ ഞാനാണോ ശരി അദ്ദേഹമാണോ ശരി എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം അദ്ദേഹം ദീനിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളല്ലേ. എനിക്ക് ചോദ്യം ചെയ്യാൻ പാടുണ്ടോ എന്നൊന്നും അറിയില്ല. കൃത്യമായൊരു മറുപടി പ്രതീക്ഷിക്കുന്നു എന്നാണ്. ഇത് നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ കുറേ സംഗതികളുണ്ട്. ഒന്ന്, നമ്മളൊരു വ്യക്തിയെക്കുറിച്ച് ഒരു സംശയം ഉന്നയിക്കുകയാണല്ലോ. അപ്പം അത് എത്രമാത്രം വസ്തുതാപരമാണ് എന്ന പരിശോധനയാണ് ഇതിൽ ആദ്യമുണ്ട്. അപ്പോൾ നമ്മൾക്കിപ്പോൾ ഇവരിങ്ങനെ ചോദിച്ചതുകൊണ്ട് നമുക്കത് വസ്തുതാപരമാണോ എന്ന് അവരോട് ചോദിച്ച് മനസ്സിലാക്കാനുള്ളൊരു അവസരമില്ലല്ലോ. സത്യത്തിൽ അവരാദ്യം ചിന്തിക്കേണ്ടത്, ഇതുവരെ പല സ്ത്രീകളോടും അദ്ദേഹം ഇങ്ങനെയുള്ള അവരുടെ ദീനിയായ കാര്യങ്ങൾക്ക് ഒരു പരിഹാരം നിർദ്ദേശിച്ചതുപോലുള്ള സംസാരം തന്നെയായിരുന്നോ ഇത്, അല്ലയോ എന്ന് നമുക്ക് അറിയില്ല. രണ്ടാമത്തത്, ഒരു ഭാര്യ എന്ന നിലക്ക് സ്വാഭാവികമായും ഏതൊരു സ്ത്രീയോട് എങ്ങനെ സംസാരിച്ചാലും അത് ഉൾക്കൊള്ളാൻ കുറച്ച് പ്രയാസങ്ങൾ ഉണ്ടാവും. പിന്നെ ഒരു ദീനിയായ ഒരാളാവുന്നതുകൊണ്ട് അയാളെ അത്രമാത്രം ഇവർ വിശ്വസിക്കുന്നത് കൊണ്ട് അത്തരം സംസാരങ്ങളൊന്നും ഇവരെ എന്ത് ചെയ്തിട്ടില്ല, ഇതുവരെ ബാധിച്ചിട്ടില്ല എന്നുള്ളത്. അത്രമാത്രം അയാൾ ദീനിയാണ്. അതുകൊണ്ട് അയാളിൽ അത്തരം തകരാറുകളൊന്നും വരില്ല എന്ന അമിതമായ വിശ്വാസം കൊണ്ട് അവർക്ക് എന്ത് ചെയ്തിട്ടില്ല, ഒരു സംശയവും തോന്നിയിട്ടില്ല. പക്ഷെ ഇപ്പോ ചില സംഭവങ്ങൾ സംശയാസ്പദമായി ഉണ്ടായപ്പോൾ അവർക്ക് പൂർണ്ണമായും അയാളെ സംശയമായി തീർന്നു. പിന്നെ ഒരു ഭാര്യ എന്നുള്ള നിലക്ക് തൻ്റെ ഭർത്താവ് മറ്റൊരു സ്ത്രീയോട് കണക്ഷൻ ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ ആദ്യം അവർക്ക് തോന്നല് എന്നെ ഒഴിവാക്കുന്നു, എന്നെ ആവശ്യമില്ല, എന്നെ ഒഴിവാക്കുന്നു, അല്ലെങ്കിൽ എന്നെക്കാളും സ്ഥാനം വേറൊരു പെണ്ണിന് കൊടുക്കുന്നു. അങ്ങനെ കുറേ മാനസികമായ വിഷമിപ്പിക്കുന്ന ചിന്തകൾ അവർക്ക് നേരിടേണ്ടി വരും ഇതിന്റെ കാര്യത്തിൽ. അപ്പൊ അതൊക്കെ അവരിൽ ശരിക്ക് പ്രതിഫലിച്ചിട്ടുണ്ട് എന്നാണ് ചോദ്യത്തിന് മനസ്സിലാവുന്നത്. അപ്പോ ഞാൻ മനസ്സിലാക്കുന്നത് എന്താണ്, ഒന്ന്, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഈ നിരന്തരമായ ബന്ധങ്ങൾ അധികരിച്ചു വന്നപ്പോൾ അവരെന്തെങ്കിലും വല്ല പേഴ്സണൽ കാര്യങ്ങളും വളരെ സ്വകാര്യമായി പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പൊ അത്തരം ഒരു കാര്യം ആരോടും പറയരുതേ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് പറയാൻ വിഷമം കൊണ്ടാവാം. അങ്ങനത്തെ ഒരു സാധ്യതയെ നമ്മൾ തള്ളിക്കളയുന്നില്ല. എന്നാൽ തിരിച്ചും സാധ്യത ഉണ്ട്. എന്താണ്, ഈ സ്ത്രീകളുമായി നിരന്തരം ബന്ധപ്പെടുമ്പോൾ അവിടെ എന്താണ്, ഒറ്റയ്ക്കാണല്ലോ ബന്ധപ്പെടുന്നത്. ലായഹ്ലുവന്റെ റജുലും ബിംബ്ര എന്നാണ്. അപ്പൊ ഈ ഒറ്റയ്ക്കുള്ള ബന്ധങ്ങൾ ആദ്യം ചിലപ്പോ നല്ല കാര്യങ്ങളായിരിക്കും. പക്ഷെ ഒരു പേഴ്സണലായി സംസാരങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ രണ്ടിലൊരാൾക്ക് എന്ത് ചെയ്യാം, ഒരു മാനസികമായ ഒരു സന്തോഷമോ ഒരു ഇഷ്ടമോ അല്ലെങ്കിൽ ഒരു സംസാരിക്കുന്നതിൽ ഒരു സമാധാനമോ ഒക്കെ ഫീൽ ചെയ്യാം. അപ്പൊ അത് കൂടുതൽ സംസാരിക്കാനും ആ സംസാരത്തിൽ ഒരു ആശ്വാസം കണ്ടെത്താനുമുള്ള ഒരു പ്രവണതയിലേക്ക് വരും. അങ്ങനെ വരുമ്പോൾ അവരവിടെ സ്വകാര്യതകൾ തുറന്നു പറയും. സ്വകാര്യതകൾ തുറന്നു പറയുമ്പോൾ അതിൽ എന്തുണ്ടാവും, പല സബ്ജക്റ്റുകൾ ഉണ്ടാവും. അപ്പൊ ആ സബ്ജക്റ്റുകളിൽ എന്ത് ചെയ്യും, അവരുടെ ഹസ്ബൻഡ് കടന്നു വരും, അയാളുടെ ദുർബലതകൾ കടന്നു വരും, അവരുമായുള്ള ജീവിതത്തിൽ അസംതൃപ്തികൾ കടന്നു വരും. അപ്പൊ സ്വാഭാവികമായി അടുത്ത സംസാരങ്ങൾ എന്തിലേക്ക് പോകും,
ആ ഭർത്താവിൽ നിന്ന് സംതൃപ്തി കിട്ടാത്തൊരു സ്ത്രീക്ക് ഒരു സപ്പോർട്ട് എന്ന നിലക്കായിരിക്കും പിന്നെയുള്ള സംസാരങ്ങൾ. അങ്ങനെ വരുമ്പോൾ പിന്നെ ഇയാൾ സ്വാഭാവികമായും ഒരു ഹസ്ബൻഡ് എന്നുള്ള നിലക്കുള്ള മാനസിക ബന്ധത്തിലേക്ക് വരും. അത് വളർന്ന് വളർന്ന് വരുമ്പോൾ എന്ത് ചെയ്യും, അവരുടെ ഒരു അവിഹിതങ്ങളിലേക്ക് വരും, അവർക്കൊന്ന് ജീവിക്കാൻ തോന്നും, പല നിലക്കും ആകും. അപ്പോൾ സംസാരങ്ങളിൽ എന്ത് ചെയ്യും, അവിഹിതങ്ങൾ കടന്നു വരും. പിന്നെ അങ്ങനെ സംസാരിക്കുന്നതിന് ബുദ്ധിമുട്ടില്ലാന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അതെല്ലാ പരിധിയും വിട്ടു പോകുന്ന അവസ്ഥയിലേക്ക് വരാം. ആ സാധ്യതകളും നമുക്കിതിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, തള്ളിക്കളയാൻ പറ്റില്ല. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏത് പുരുഷനാണെങ്കിലും തൻ്റെ ഭാര്യയ്ക്ക് സംശയകരമായ ഒരു അവസ്ഥ ഉണ്ടായാൽ അത് അയാളുടെ കുടുംബജീവിതത്തെ തകർക്കും. അത്തരം ഒരു സന്ദർഭം വരുമ്പോൾ പിന്നെ എല്ലാ സംസാരങ്ങളും ഉപേക്ഷിക്കണം. ഇത് മാത്രമേ ഇനി അയാൾ എന്ത് ചെയ്യാൻ പറ്റൂല, സ്ത്രീകളുമായിട്ടുള്ള സംസാരങ്ങളെ പൂർണ്ണമായും എന്ത് ചെയ്യണം, അയാൾ അവോയ്ഡ് ചെയ്യണം. കാരണം ഇനി അയാൾക്ക് അതിനുള്ള അവസരങ്ങളില്ല. കാരണം ആ വിശ്വാസം എന്ത് ചെയ്തു, നഷ്ടപ്പെട്ടു പോയി. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പൊ അത് അദ്ദേഹം അതിന് വിരമിക്കാത്തിടത്തോളം കാലം ഇവർക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റൂല, അയാളെ ഉൾക്കൊള്ളാനും ഈ ഒരു വിഷമത്തിൽ നിന്ന് രക്ഷപ്പെടാനും അയാൾക്ക് പറ്റില്ല. അതുകൊണ്ട് തന്റെ ഭാര്യയാണല്ലോ തനിക്ക് ഏറ്റവും പ്രധാനം. അത് വെച്ചിട്ട് അദ്ദേഹം എന്ത് ചെയ്യുക, മറ്റു ബന്ധങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ട് ഇവർ തമ്മിൽ എന്ത് ചെയ്യുക, നല്ലൊരു വിശ്വസ്തമായ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ പരിശ്രമിക്കലാണ് പരിഹാരം. ഈ കൗൺസിലിംഗ് രംഗത്തൊക്കെ ഇടപെടുന്ന ആളുകളിലേക്ക് വരുന്ന വല്ലാത്തൊരു പ്രശ്നങ്ങളാണ് ഈ കാര്യങ്ങൾ. തീർച്ചയായും ഉണ്ടാവും. അത് എല്ലാ പുരുഷന്മാരും സൂക്ഷിക്കണം. ഏത് തരം ബന്ധവും അവിഹിത ബന്ധങ്ങളായി മാറും. ഒരു ഖുർആൻ പഠിതാവും അവിടുത്തെ ഉസ്താദും തമ്മിലുള്ള ബന്ധമാണെങ്കിലും അതൊരു അവിഹിത ബന്ധം. ഒരു ദാവത്തിന് വേണ്ടി നമ്മളൊരാളെ സമീപിക്കുമ്പോഴും അതൊക്കെ ആവാം. അവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ടത് ഒറ്റയ്ക്കാണോ എന്നുള്ളതാണ്. ഒറ്റയ്ക്ക് സംസാരിക്കുമ്പോൾ എന്താണ്, സംസാരത്തിന് ഏത് തലങ്ങളിലേക്ക് സംസാരം പോവാം. നേരെ മറിച്ച് മറ്റുള്ളവർ കേൾക്കെ സംസാരിക്കും. അപ്പോൾ വേറെ പെണ്ണോട് സംസാരിക്കുകയാണെങ്കിൽ ഭാര്യ കേട്ടോട്ടെ, പ്രശ്നം ഉണ്ടാവില്ല. ആ സംസാരങ്ങൾ എപ്പോഴും ഒരു പരിമിതമായ തലത്തിൽ നിൽക്കുള്ളൂ. പിന്നെ ഭാര്യ കേൾക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ അവർ സംസാരിക്കണോടത്ത് അവരും ശ്രദ്ധിക്കും.